ട്യൂഷന് പോയോ? ഇന്ന് തലവേദനയൊന്നും ഇല്ലായിരുന്നു. രാത്രി മാറിയാണ്. വേണ്ട. ഓ വേണ്ട, എനിക്കൊരു ശകലം മതി, ഇച്ചിരി മതി, ഇച്ചിരി മതി. മോനിക്കുട്ടനും മുത്തും അങ്ങോട്ട് പോയി. ഞാൻ അമ്മയുടെ അടുക്ക കയറിയിട്ട് ഇങ്ങോട്ട് നടന്ന് മന്ദം വരുക. അയ്യോ, ഇത് വന്നപ്പോഴേ അങ്ങ് ഇരുന്ന് എഴുതാനുണ്ടോ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചേക്കുന്നു. ഇന്നലത്തെ പോലെ ഇന്നും ഞാനും മുത്തും കൂടെ അങ്ങോട്ട് പോയത് കേട്ടോ. ഇന്ന് മുത്തിനെ ഞാൻ വിളിച്ചോണ്ട് പോയത്, എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പം തന്നെ പോകാനുള്ള ഒരു മടി കൊണ്ട് അവനെ കൂടെ കൂട്ടിക്കൊണ്ടാണ് പോയത്. ഭയങ്കര മഴ, രാവിലെ തൊട്ട് ചെല്ലം പിന്നെ മഴ. ഞങ്ങൾ രണ്ടുപേരുടെ നനഞ്ഞ് ആ സൂപ്പർ മാർക്കറ്റിന്റെ അവിടെ പോയി. ഒരു കോട്ടേ ഉള്ളൂ. ഇന്നലെ മുത്ത് അവിടുന്ന് മറ്റേ ഇപ്പോഴത്തെ ഒരു കളർ കോട്ട് ഉണ്ടല്ലോ, അതൊരെണ്ണം വാങ്ങിക്കാമെന്ന് എന്നോട് പറഞ്ഞു. അവൻ എടുത്തതുവാ. ഞാൻ പറഞ്ഞു എന്തിനാ, നീ പോയി കഴിഞ്ഞു ഇവിടെ ആർക്കാന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വെപ്പിച്ചു. ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ. പിന്നെ നനഞ്ഞ് അവിടെ വരെ പോയി. അവിടുന്ന് ഒരു കോട്ട് വാങ്ങിച്ചു. ഞാൻ എൻ്റെ കോട്ട് വിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ടൗണിലോട്ട് പോയത്. പിന്നെ ഇന്ന് ഉച്ച വരെ വേറെ കുറേ ആവശ്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വന്നത്. അപ്പം ഇന്നലെ മുത്ത് ഷൂ മാത്രമേ മേടിച്ചോളായിരുന്നു. ഇന്ന് ക്രോക്സ് ഒക്കെ വാങ്ങിച്ചു. എന്തിയേ ക്രോക്സ് എന്തിയേ? ഇന്നലെ നമ്മൾ ബാറ്റയുടെ ഷോറൂമിൽ പോയി ഷൂ വാങ്ങിച്ചു. ഇത് അവിടുത്തെ ഉള്ളതൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഇതും കുറെ തെരഞ്ഞു പിടിച്ചു. പിന്നെ ഇത് വാങ്ങിച്ചു. ഇനി തേച്ച് കഴിയിടുമെന്ന് എനിക്കറിയത്തില്ല. കറുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അധികം അഴുക്കായ അറിയത്തോലുമില്ല. പക്ഷെ കറുപ്പില്ലായിരുന്നു. കുറെ നോക്കി, സൈസ് നോക്കിയപ്പം അവന്റെ സൈസിന് കറുപ്പ് കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഇത് അവന്റെ കാലിന് ചേരുന്നുണ്ട്, പക്ഷെ വൃത്തിയാക്കി ഇടത്തില്ല. അതാണ് കുഴപ്പം. ഇത് അവന് വീട്ടിലിടാൻ പാൻറ് ഇല്ലായിരുന്നു. ഒരു പാൻറ് മേടിച്ചു രാവിലെ കേട്ടോ. പിന്നെ ഓഫറിന്റെ ഒരു ടീഷർട്ട് വീട്ടിലിടുന്നത് തന്നെ. ഇതിന് 137 രൂപ ഉള്ളു കേട്ടോ ഈ ടീഷർട്ടിന്. ഇതിന് 430 രൂപ. പാൻറ്റിന് വീട്ടിലിടുന്ന നമ്മുടെ ബനിയൻ ടൈപ്പ് ഇങ്ങനെ കിടക്കത്തില്ല, അങ്ങനത്തെ പാൻറ് കേട്ടോ. അപ്പം എനിക്ക് 2 ബ്ലൗസിന് ലൈനിങ് വേണമായിരുന്നു, അത് വാങ്ങിച്ചു. സാരിയൊക്കെ വല്ലപ്പോഴും ഉടുക്കണമെന്നുണ്ട്. ബ്ലൗസ് അന്നേരം ഇല്ലെന്നുണ്ട് പാടല്ലേ. ഇപ്പോൾ ഒത്തിരി നാളായ സാരികളാണ് ഇത് രണ്ടും. ഒരാഗ്രഹം അതൊന്ന് തയ്പ്പിക്കാവുന്ന കേട്ടോ. അപ്പോൾ ലൈനിങ് വാങ്ങിച്ചു. പിന്നെ ഒരു ബനിയനൂടെ മേടിച്ചത്. അത്യാവശ്യം നല്ല ബനിയനാണ്. ഇത് വീട്ടിലിടുന്നതാന്ന് വെച്ചാൽ അവൻ പുറത്തൊക്കെ പോകുമ്പോഴും ഇതുപോലത്തെ ഇട്ടോണ്ടാ പോകുന്നത്, ഈ കളർ. അപ്പൊ ഇതെല്ലാം വാങ്ങിച്ച് പെറുക്കി ഇപ്പോഴാണ് വന്ന് കയറിയത്. അപ്പോൾ 19-ാം തീയതി ചിലപ്പം മുത്ത് തിരിച്ചു പോകും. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന് ഇനി ചോറിന് കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ വന്നപ്പം തൊട്ട് പറയുന്നുണ്ട് ചില്ലി പൊറോട്ട ഒരു ദിവസം മേടിക്കണേന്. അത് ഇഷ്ടമാണ്, തൈരൊക്കെ കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു വിഭവം ഇല്ലെന്ന് പറയുന്നു. അപ്പം ഞാൻ അതേലെ ഇന്നിപ്പം അവർക്ക് 2 പേർക്കും ഓരോ പാഴ്സൽ മേടിച്ചു. എനിക്ക് ചോറ് മതി. ഞാൻ ഇച്ചിരി അമ്മയ്ക്ക് ഇച്ചിരി കൊടുത്തു കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമാണ്, ഇച്ചിരി കൊടുത്തു വിടാമെന്നുകൊണ്ട് ഞാൻ എടുക്കും. എനിക്ക് ചോറുണ്ണാൻ മുരിങ്ങയിലക്കറിയും തോരനും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നാരങ്ങ അച്ചാറും ഒക്കെ കൂട്ടി ഞാൻ അങ്ങ് കഴിക്കും. അവർക്കിത് കൊടുക്കാം. ഇതാണ് കേട്ടോ. ഇതിന്റെ കൂടെ കോമ്പിനേഷൻ തൈരാണ്. സാലഡ് ഇല്ലേ, അതാട്ടോ. കൊത്തു പൊറോട്ടയുണ്ട്, ചില്ലി പൊറോട്ടയുണ്ട്. ഇത് ചില്ലി പൊറോട്ടയാണ്. കൊത്തു പൊറോട്ടയ്ക്കകത്ത് ചിക്കനും മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട്. ഇതങ്ങനെയൊന്നും, ഇത് വെജാണ്. നമ്മുടെ ഇവിടെ ഒരു ആനന്ദഭവൻ ഉണ്ട്, അവിടുന്ന് കേട്ടോ.
ഇച്ചിരി സാലഡും കൂടെ മുഴിക്കാം അതിനകത്ത്. ചോറെടുത്ത് ചൂടാക്കണം. ഞാൻ ഇച്ചിരി ചൂടുവെള്ളത്തിൽ കുളിക്കണം. ഇത് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു വിടട്ടെ. മോനെ കൊടുത്തിട്ട് വാ. അവനതെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവച്ച ഒരു കാര്യമാണ് വീടിനെ പറ്റിയുള്ള ചെറിയ പ്രശ്നങ്ങൾ. അതായത് ലോൺ കുടിശ്ശികയുണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു നില എന്താണെന്നൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല. പക്ഷെ അത് എന്നെ വിഷമിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് അതെന്തായിരിക്കും എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് മുത്തിനെയും കൊണ്ട് പോയത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ആശ്വാസം ഇന്ന് എനിക്കുണ്ട്. അപ്പം നഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമാണ്, എൻ്റെ മക്കളുടെ ആവശ്യമാണ്. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങി പോവുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ ഇടവില്ല. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമായതുകൊണ്ട്, ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യമായതുകൊണ്ട്. അപ്പോൾ അവർക്ക് അതിനെപ്പറ്റിയുള്ള ബോധ്യം അത്രത്തോളം ഇല്ല. ഒരു വീടില്ലാത്ത ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര സങ്കടം ഇപ്പം മനസ്സിലാവത്തില്ല. പക്ഷെ അവർ ഭാവിയിൽ അവർക്കത് ഒരു ബുദ്ധിമുട്ടാവും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്കിപ്പം ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിലും ആരും അറിയത്തില്ല, അവരുടെ സ്വന്തം വീട്ടിലാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതൊരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് മുത്തിനെയും കൊണ്ട് പോയത് കേട്ടോ. അപ്പോൾ അത് ദൈവം അനുവദിച്ചാൽ എല്ലാം അതേപോലെ ഒന്ന് പരിഹരിക്കപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നത്തെ ഒരു ചെറിയൊരു കടന്നു കിട്ടിയത്. അപ്പോൾ ബാക്കിയും ദൈവം നടത്തട്ടെ. അപ്പോൾ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊന്നും പറയാൻ പറ്റുന്ന വിഷയങ്ങളല്ലാത്തത് കൊണ്ടാണ് ഏകദേശം ഒരു രൂപമൊക്കെ നിങ്ങളോട് ഞാൻ പറയുന്നത്. കാരണം നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ടും എൻ്റെ അത്രമേൽ എന്നെ സങ്കടപ്പെടുത്തുന്ന ചില കാര്യങ്ങളായതുകൊണ്ടും ഒക്കെ ചെറിയ ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഗൂഢ ഉദ്ദേശത്തോടെ പറയുന്നതാണ്, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് അതൊന്നും കേൾക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ടൊന്നും പറയാത്തത്. ഏകദേശം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് കൂട്ടിനുണ്ട്. അപ്പം എന്താ പറയുക, ഒരു തരത്തിൽ അതിൻ്റെ ഒരു അനുഗ്രഹം കൂടെ ആയിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിതിവിടെ പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ പോയി കുളിച്ച് ജപിച്ച് വരാം. വന്നിട്ട് കുറേ തുണികൾ, 2 ദിവസത്തെ ഉണങ്ങിയ തുണികൾ മടക്കാറുണ്ട്. ഇന്ന് എനിക്ക് അതാണ് ജോലി. മോനുകുട്ടൻ്റെ മുത്തിൻ്റെ എല്ലാവരുടെയും ഉണ്ട്. എല്ലാം ഒന്ന് മടക്കി സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് അത്താഴം കഴിച്ച് കിടക്കാം. കുളി ജപം കഴിഞ്ഞു. ഞാൻ ഇച്ചിരി ചോറ് ചൂടാക്കാനൊന്ന് വയ്ക്കട്ടെ എനിക്കുള്ളത്. എന്നിട്ട് ഇനി തുണി മടക്കാനുള്ളത് ഞാൻ കാണിക്കാം. ചൂടാവട്ടെ. കട്ടിലെ നിറയെ തുണികളാ കണ്ടോ. കസേരയിൽ ഒരു കൂട്ടം കിടപ്പുണ്ട്. പിന്നെ അതാ കണ്ട, ഇതെല്ലാം ഞാൻ കുളിക്കാൻ വെള്ളം ചൂടാക്കാൻ നേരത്ത് ഈ നമ്മുടെ കർട്ടനൊക്കെ മടക്കിയതാ. ബാക്കിയെല്ലാം ഇനി മടക്കി കട്ടിലൊക്കെ വിരിക്കണം. വലിയൊരു ജോലി കിടക്കുക. ഒതുക്കി നോക്കാം. മെത്തക്കവറൊക്കെ കഴുകിയിട്ട് ഉണക്കിയത്. ഈ മെത്തക്കവറാണ് മാറ്റിയത്. ഈ കട്ടിലെ വിറ്റിരുന്ന മെത്തക്കവറാണ് ഇത്. ഇടയ്ക്ക് കീറി, കോട്ടൻ്റെ മെത്തക്കവറായിരുന്നു. അപ്പോൾ ഇത് പിഞ്ചി നമ്മൾ കിടക്കുന്നതനുസരിച്ച് വെയിറ്റ് കൂടുമ്പോഴുള്ള ഒരഞ്ഞെറിഞ്ഞ് കീറി. അത് തയ്ച്ചെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അന്നേരം മുത്തിന് വേണമെന്ന് പറയും മെത്തക്കവർ. അപ്പോൾ അതൊന്ന് വേറൊപ്പം വേണേൽ വാങ്ങിക്കാന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവൻ ഇത് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് റെഡിയാക്കി അവന് കൊടുത്തു വിടണം. അപ്പോൾ അതൊന്ന് തയ്ച്ചെടുക്കണം, കീറിയ സ്ഥലം. അതുകൊണ്ട് ഇരിക്കട്ടെ. നമ്മുടെ വാരന്താനി കസേരയിലോട്ട് വെക്കാം. എന്നിട്ടത് നല്ലപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. ബെഡ്ഷീറ്റൊക്കെ എന്ന് മാറ്റിയതെന്നറിയാമോ? കഴുകി ഉണങ്ങി കുറേ ദിവസമായിട്ട് ഇവിടെ കൊണ്ടിട്ടേക്കുവാ.
രണ്ട് ദിവസം കൊണ്ട് മുട്ട എൻ്റെ കൂടെ വരുന്നുണ്ട്. ഉച്ചയ്ക്ക് കഴിപ്പുണ്ട്. ഉച്ചയ്ക്ക് ഇന്നലെയും ചപ്പാത്തി കഴിച്ചു, ഇന്നും ചപ്പാത്തിയായിരുന്നു. ചോറ് വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അവന് ചോറ് വേണ്ട, പിന്നെ എനിക്ക് മാത്രമായിട്ട് വാങ്ങിച്ച് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് ചപ്പാത്തിയും കഴിക്കും. അവരുടെ തുണികളെല്ലാം കൂടെ വാരി അവരുടെ കട്ടിലേക്ക് കൊണ്ടിടും. രണ്ടുപേരുടെ മടക്കട്ടെ, എനിക്ക് വയ്യ, എൻ്റെ കൈ ഒടിഞ്ഞു പോകുന്നില്ല അവിടെ മടക്കാൻ. കുറെ ബെഡ്ഷീറ്റൊക്കെ കീറി പോയിട്ടുണ്ട്, അതൊക്കെ മാറ്റാൻ സമയമായി. പരമാവധി ചവിട്ടി കീറട്ടെന്നോർത്തോണ്ട് ഇടുന്നത് കേട്ടോ. എവിടെയെങ്കിലും ഒരു നൂല് പോയ ഭാഗം ഉണ്ടെങ്കിൽ പിന്നെ അത് നോക്കണ്ട, ബാക്കിയും കൂടെ അത് അവര് വലിച്ചു കീറി ഒരു പരുവത്തിലാക്കും. ഇത് മുട്ടില്ല, ഇതെന്റെ ഇത് മോനുവേ നോക്കളെ വീട്ടിലിടുന്നതല്ല. ഓ ഇല്ല, മുട്ടയില്ല. ഇതെല്ലാം വീട്ടിലിടുന്ന കൊണ്ടുവച്ചിട്ട് വാ. അത് അല്ലാത്തതാണ്, പുറത്ത് കൊണ്ടുപോകണം. നോക്കിക്കേ, ഇത്ര നൈറ്റ് കഴുകിയിട്ട് ഉണങ്ങി, എന്നിട്ട് മടക്കിയില്ല. 1 2 3 4 5 6 ഒരാഴ്ചത്തെ തുണിയാ. അതാ ചാച്ചല്ല, അത് കൊണ്ടുപോയി. ഈ ആഴ്ച പള്ളി കൊണ്ടുപോയ ഡ്രസ്സ് നമ്മൾ ഇതുവരെ ഇട്ടില്ല, ഒന്നുകൂടി ഇട്ടിട്ടാൻ കഴുകി വെക്കും. മഴ കണ്ടോണ്ടാണ് വെള്ള ആയതുകൊണ്ട് ഇടാഞ്ഞത്. നാളെ ഇടാം എന്ന് വിചാരിച്ചാൽ. അയ്യോ എന്റെ കൈ. നമുക്ക് ചോറ് ചൂടായി കാണും, കഴിക്കാനുള്ള പരിപാടികൾ നോക്കാമേ. കുട്ടേ വാ, മോനിക്കുട്ടോ വാ കഴിക്കാം. വാ, 8 മണി ആറായില്ല. അയ്യോ, അപ്പൊ ഇതൊക്കെ എന്തോ ചെയ്യും? അച്ഛനെ വിശക്കുന്നു. ₹60 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ ഇതിന്റെ കട എങ്ങാണ്ട് മാറി മേടിച്ചായിരുന്നോ? ഒരു പാഴ്സൽ 60 രൂപയ്ക്കൊക്കെയാണ് നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ 110 രൂപയായി. ഇഷ്ടമല്ലേ? ഇച്ചിരി മതിയേ, മതി 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 മതി. മോനെ ഇതുകൊണ്ട് ഇച്ചിരി ഒഴിച്ചിട്ട് അമ്മയ്ക്ക് ഞാൻ അങ്ങോട്ട് പോട്ടെ. മുടി രുചി നോക്കാൻ ഇത്രയും സാധനം തന്നെ കഴിക്കട്ടെ. എന്നിട്ട് വേണമെങ്കിൽ ചോറ് എനിക്ക് അമ്മയ്ക്ക് ഭക്ഷണം വേണ്ട സാധനം വേണ്ട. പ്രിയങ്ങൾ, ഇതാണ് കേട്ടോ, ഇത് മിനി സാലഡ് ഒഴിച്ചതാണ്. ഇതൊന്ന് കഴിക്കട്ടെ. വേണമെങ്കിൽ ഇമ്മിണി ചോറ്, ഇതാ ഇത്രയും ചോറ് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കഴിക്കാം. കഴിച്ചിട്ട് നോക്കിയിട്ട് വരാം കേട്ടാ. എന്തുവാ ഇമ്മിണി ചോറെടുത്തു, അല്ലാതെ ഒരു രക്ഷയില്ല എൻ്റെ പ്രിയങ്ങളെ. ഇമ്മിണി
മുരിങ്ങയിലക്കറി. നമ്മുടെ പർപ്പിൾ ക്യാബേജ് അതെങ്ങനെ ഇങ്ങനെയായി എന്ന് എന്നോട് ചോദിക്കരുത്. അമ്മ തോരൻ വെച്ചതാണ് കേട്ടോ. ഒരു കഷ്ണം നാരങ്ങയും കൂടി എടുത്ത് ചോറിനാൻ പോവാണ് പ്രിയങ്ങളെ. 2-3 ഉരുള ചോറുണ്ട് അല്ലേ. അപ്പോൾ അതങ്ങോട്ട് കഴിച്ചേക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ ഉറക്കം ശരിയാവില്ല, വയറ് കിടന്ന് കാളും. അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരോടും നിറയെ സ്നേഹം, പ്രാർത്ഥനകൾ. നാളെ കാണാം എന്ന പ്രതീക്ഷയോടെ ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.